ഹായ് നമസ്കാരം. ഒരു മലബാർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അവൽ മിൽക്ക്. ഞാൻ ഇന്ന് 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് സ്പൂൺ വെച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കുക. എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒരു വലിയ സ്പൂൺ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിച്ച് ഒക്കെ ഉടച്ചെടുക്കാം. ഞാനിപ്പം ഒരു സ്പൂൺ വെച്ച് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 250 ml പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇത് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത അവിൽ വറുത്തെടുക്കണമല്ലോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് അവിൽ വറുത്തെടുക്കാം. ഞാൻ വെള്ള അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നാടൻ അവിൽ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. നാടൻ അവിലാണെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ടുള്ള അവിലാണ്. ഇത് കുറച്ച് കട്ടിയാണ് വെള്ള അവിൽ. അതിങ്ങനെ വറുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ ഓരോന്ന് ഓർക്കുമായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഓരോ കാരണങ്ങളുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല. നാളെ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോഴാണ് ഈ വെക്കേഷന് നാട്ടിൽ പോയപ്പം മോളും ഉണ്ടായിരുന്നു. മോളും കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എന്തോ ഉച്ചയ്ക്കുള്ള ഊണിന് കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു രസം വെച്ചു. അപ്പോഴത്തേക്കാണ് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ മോളെ. അപ്പം മോള് പറഞ്ഞു, ഒന്നും നോക്കണ്ടമേ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മോളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് അവൾ തന്നെ എല്ലാം അപ്ലോഡ് ചെയ്ത്. എനിക്കിതൊന്നും അറിയില്ല, സത്യം പറഞ്ഞു. ഇതെങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. അവളാണ് ആദ്യം തുടങ്ങി വെച്ചത്. അപ്പം ഞാനും പിന്നെ ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെ ഇടും എന്നുള്ള. അപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ലീവിൻ്റെ ഇടയിൽ ഒന്നിനും സമയം കിട്ടാറില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും അത്രയ്ക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് വളരെ 4-5 വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ജോർഡാനിൽ വന്നപ്പോഴത്തേക്കാണ് അയ്യോ നാളെ വീഡിയോ ഇടണമല്ലോ, നാളെ വീഡിയോ അങ്ങനെ എന്തോ ചിന്തയായിട്ട് പിന്നെ ഓരോ ദിവസവും വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പോൾ അവിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാം. അവിൽ ഒരു 2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴവും പാലും പഞ്ചസാരയും കൊണ്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടാണ്, എനിക്ക് കപ്പലണ്ടി കിട്ടിയില്ലായിരുന്നു. കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റ്, ഒരു ചെറിയ സ്പൂൺ ബൂസ്റ്റ് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിലിട്ട് കൊടുത്ത് ബാറ്ററും ഒഴിച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് കുറച്ച് ബൂസ്റ്റും കൂടി. അങ്ങനെ ആ ഒരു വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 1-2 ടൈം ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് ഫില്ല് ചെയ്യാം. ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ റെഡിയാവും. അങ്ങനെ ഞാനൊരു 2 ഗ്ലാസ്സാണ് റെഡിയാക്കിയേക്കുന്നത്. അതിനുള്ള സാധനങ്ങൾ 2 പഴത്തിൽ എന്തായാലും 2 ഗ്ലാസ്, 2 വലിയ ഗ്ലാസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 2 ഗ്ലാസ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഈ പാലെല്ലാം ഒഴിച്ചതിന് ശേഷം കുറച്ച് ബൂസ്റ്റും കൂടി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കാണാൻ നല്ലൊരു ലുക്കും ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സിപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.